വടകര നഗരസഭയിൽ മുസ്ലിം ലീഗിന് വെല്ലുവിളിയായി റിബൽ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് പ്രവർത്തകർ നാസർ മാസ്റ്ററാണ് നഗരസഭയിൽ 2ാം വാർഡിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയത്. UDF നേതാക്കന്മാരുടെ പണാധിപത്യവും ഏകാധിപത്യത്തിലും പ്രതിഷേധിച്ചുമാണ് നാസർ മാസ്റ്റർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്വന്തം വാർഡിൽ പ്രവർത്തകർ ഉണ്ടായിരിക്കെ പുറത്തുള്ള ആളെ ഇറക്കി സ്ഥാനാർത്ഥിയാക്കിയതിലും നാസർ മാസ്റ്റർ പ്രതിഷേധിക്കുകയാണ്. റിട്ടയർഡ് അധ്യാപകനായിരുന്ന നാസർ മുസ്ലിം ലീഗിലെ ഫൈസലിനെതിരെയാണ് മത്സരത്തിൽ ഒരുങ്ങുന്നത്. നിലവിൽ വീരഞ്ചേരി മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റാണ് ഇദ്ദേഹം. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റായ 2ാം വാർഡിൽ നാസർ മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വം UDFന് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കുട്ടിക്കാലത്തെ പ്രദേശമാണ്. ഞാൻ അവിടുത്തെയാണ് വളർന്നതും വികസിച്ചതും. അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളായിട്ട് കൃത്യമായ ബന്ധമാണ് എനിക്കുള്ളത്. അപ്പൊ എന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ പാർട്ടിയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോ ഇപ്പോൾ ഞാൻ റിട്ടയർ ആയ സമയമാണ്. പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താമായിരുന്നു, പക്ഷെ ഞാൻ അവിടെ മത്സരിക്കുന്നത് ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ അവിടെ നടക്കുന്നത്, ആ പ്രദേശത്ത് നടക്കുന്നത് പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. പണം കൊണ്ട് എന്തും നേടാം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം സമ്പന്ന ലോബി ഇന്ന് നമ്മുടെ വീരഞ്ചേരി പ്രദേശത്തെ എൻ്റെ പഴയകാല പ്രസ്ഥാനത്തിലുണ്ട്. പ്രസ്ഥാനത്തോട് ഒരിക്കലും തന്നെ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ലോബി, ഈ സംഘം പ്രാപ്തരായ പലരെയും അവഗണിച്ചുകൊണ്ട്, ഞാൻ മാത്രമല്ല, അവിടെ ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. അവിടെ അവർക്കൊക്കെ പരിഗണന കൊടുക്കാതെ ഈ പണാധിപത്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യക്തിയെ മത്സരിപ്പിക്കാനുള്ള വ്യഗ്രതയാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എന്നോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ടൈമുള്ളതാണ്, നിങ്ങൾ എപ്പോഴും തിരുമുറ്റതാണ്, ഞങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ നിൽക്കണം. അങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് വന്നത്. ഞാൻ എല്ലാ നാട്ടുകാരായ ജനാധിപത്യ വിശ്വാസികളോടും മതേതര വിശ്വാസികളും വീരഞ്ചേരിയുടെ പ്രൗഢിയും പ്രതാപവും സൗഹാർദ്ദ അന്തരീക്ഷവും നിലനിർത്താൻ എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്.